Hello all, welcome to the 16th session of International Business. International Business International Financial Institutions IMF നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. ഇനി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നവയാണ്. ഒന്ന് വേൾഡ് ബാങ്ക്, മറ്റൊന്ന് UNCTAD. ഇവ രണ്ടുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് വേൾഡ് ബാങ്കിനെ കുറിച്ച് പറയാം. വേൾഡ് ബാങ്ക് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ WBG ഓർക്കണം, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നുള്ള നമ്മൾ IBRD എന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞു, പിന്നീട് അതിനെ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യം മനസ്സിലാക്കണം. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നാൽ ഇറ്റ്സ് എ കൺസോർഷ്യം ഓഫ് 5 ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ആണ്. വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു കോമൺ എൻറ്റിറ്റി അല്ല, അതിന്റെ അകത്ത് തന്നെ 5 വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRD ആണ് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ബ്രിട്ടൻ വുഡ് ട്വിൻസിൽ വരുന്ന ഭാഗം. ശേഷം രണ്ടാമത് അതിലേക്ക് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ IDA. ഈ IBRD ആൻഡ് IDA ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂഷ്വലി ഉപയോഗിക്കുന്ന ടേമാണ് വേൾഡ് ബാങ്ക് എന്നുള്ളത്. സോ സിംപ്ലി ബൈ വേൾഡ് ബാങ്ക് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRDയും പ്ലസ് IDAയുമാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കും. ഇനി വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നതെങ്കിലോ, അപ്പോൾ അതിലേക്ക് 3 സ്ഥാപനങ്ങളുടെ വരും. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC, Multilateral Investment Guarantee Agency MIGA, International Center for Settlement of Investment Dispute ICSID. ഇവ 5ഉം കൂടെ ചേരുമ്പോഴാണ് അത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് WBG ആയിത്തീരുന്നത്. ഇവ ഓരോന്നും എന്തൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻ എന്നും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് IBRD എന്തെന്ന് നോക്കാം. IBRD or International Bank for Reconstruction and Development എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1st July 1944 ആണ്. ആസ് പെർ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്, USA. അതുപോലെ ഇപ്പോഴത്തെ കറന്റ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ഡേവിഡ് മാൽപാസ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ കറന്റ് മെമ്പർഷിപ്പ് 189 കൺട്രീസ് ആണ്. IMF വരുന്ന മെമ്പേഴ്സ് ഒക്കെ തന്നെ ഇതിന്റെയും ഇപ്സ ഫാക്ടോ മെമ്പേഴ്സ് ആയിട്ട് വരികയാണ് ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 189 മെമ്പേഴ്സ് ആണ് IMF-ലും അതുപോലെ IBRD-ലും വരുന്നത്. അവരുടെ മോട്ടോ വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി ആണ്. ഒരു പോവർട്ടി ഫ്രീ ആയിട്ടുള്ള ലോകത്തെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവരുടെ മോട്ടോ ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ ഫോം ചെയ്തിട്ടുള്ളത് കോൺട്രിബ്യൂഷൻ ഓഫ് മെമ്പർ കൺട്രീസ് ആണ്. അതിന്റെ ഈ 189 രാജ്യങ്ങൾക്ക് കോൺട്രിബ്യൂഷനിലൂടെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വികസിത ഡെവലപ്ഡ് കൺട്രികളാണ്. അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് അവർ മറ്റുള്ളവർക്ക് ലോൺ ആയിട്ട് നൽകുന്നത്. അതുപോലെ IBRD ഈസ് ദി ഹാർഡ് ലോൺ വിൻഡോ ഓഫ് WBG. ഇവിടെ ഹാർഡ് ലോൺ വിൻഡോ എന്ന് പറഞ്ഞു വെച്ചാൽ ഹാർഡ് കറൻസിയിലാണ് ഈ ലോണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡ് കറൻസിയും സോഫ്റ്റ് കറൻസിയും. ഹാർഡ് കറൻസിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലോണും അതിന്റെ റീപേയ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് ഡോളർ പോലെയുള്ള ഹാർഡ് കറൻസികളായിരിക്കും ഈ IBRD-യുടെ ലോൺ സ്കീമുകളൊക്കെ. അതുപോലെ ഈ IBRD അതുപോലെ നമ്മൾ ഇന്ന് അടുത്ത് പറയാൻ പോകുന്ന IDA രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ടുള്ള ലോൺ സ്കീമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടിനെയും കൂടെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് വേൾഡ് ബാങ്ക് എന്നുള്ളത്. IBRD ആദ്യം ഫോം ചെയ്യുന്നു, പിന്നീട് അതിന്റെ സോഫ്റ്റ് ലോൺ വിൻഡോ ആയിട്ടാണ് IDA ഫോം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ IDA നോക്കാം. ഇനി ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ IDA ഫോം ചെയ്യപ്പെടുന്നത് 1960-ലാണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് 1960-ൽ വരുന്നു. ടു റെഡ്യൂസ് ദി പോവർട്ടി ആൻഡ് സപ്പോർട്ട് LDC, ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലും പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള മറ്റു പ്രധാനപ്പെട്ട 2 ഉദ്ദേശങ്ങളാണ് ഇവർക്ക്. അത് തന്നെയാണ് വേൾഡ് ബാങ്ക് തന്നെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകരാഷ്ട്രങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ദുരിതങ്ങളിൽ നിന്നും
പ്രത്യേകിച്ചും അതിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ഈ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രികളെ അവരുടെ ഡെവലപ്മെന്റ് പേർപ്പസിന് ആവശ്യമാർത്ഥം റീകൺസ്ട്രക്ഷൻ ആവശ്യമുള്ള ഫണ്ടുകൾ ഇതിലൂടെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ. ഇറ്റ്സ് സോഫ്റ്റ് ലോൺ വിൻഡോ ഓഫ് WBG ആണ്. അതിന്റെ സോഫ്റ്റ് ലോൺ വിൻഡോ ആണ്. സോഫ്റ്റ് ലോൺ വിൻഡോ ആവുന്ന സമയത്ത് പേയ്മെന്റുകൾ ഓൺ കറൻസികളിൽ സാധ്യമാവും. അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ലോണുകൾ, ദാറ്റ് മീൻസ് അപ് ടു 20-40 വരെയൊക്കെ വർഷങ്ങൾ, 40 മുതൽ ആദ്യ കാലഘട്ടങ്ങളിൽ 50 വർഷമൊക്കെ വരെ നീണ്ടു നിൽക്കുന്ന ലോണുകളൊക്കെ ആയിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത്രയും ലോങ്ങർ പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള ലോണുകൾ ലഭിക്കുന്ന മാർഗമാണ് ഈ ഒരു WBGയുടെ IDA വഴി. അതുകൊണ്ടാണ് ഇവരെ സോഫ്റ്റ് ലോൺ വിൻഡോ എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ റീപേയ്മെന്റുകൾക്കൊക്കെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരിക്കും. ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് റീപേയ്മെന്റ് ഉണ്ടാവില്ല. പിന്നീട് വളരെ കുറഞ്ഞ നിരക്കിലോ അല്ലെങ്കിൽ ഈവൻ സീറോ വിതൗട്ട് ഇൻട്രസ്റ്റ് വരെയുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട്. റീപേയ്മെന്റുകൾ ഓൺ കറൻസിയിലും ആവാവുന്നതുമാണ്. അതുകൊണ്ട് അതിന്റെ സോഫ്റ്റ് ലോൺ വിൻഡോ എന്നറിയപ്പെടുന്നത് IDA ആണ്. IDAയിൽ കറണ്ട് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് 173 മെമ്പേഴ്സ് ആണ് വരുന്നത്. ഇപ്പോഴത്തെ CEO ക്രിസ്റ്റാലിന ജോർജിയയാണ്. ഇവർ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ IMFന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റാലിന ജോർജിയ. രണ്ടുപേരും ഒരേ വ്യക്തികൾ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. IMFും അതുപോലെ വേൾഡ് ബാങ്കും കൂടെ സമന്വയിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത് എന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. Its fund comes from the subscription of member countries and earnings of IBRD. ഇതുപോലെ IBRDയുടെ earnings വഴിയും അതുപോലെ മെമ്പർ കൺട്രികളുടെ സബ്സ്ക്രിപ്ഷനുമാണ് ഇതിന്റെ ഫണ്ട് ആയിട്ട് വരുന്നത്. Credit facilities available to poor countries having per capita gross national product less than $1,145. $1,145 താഴേക്കുള്ളവരെയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രികൾ എന്നുള്ള വേൾഡ് ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. 2019 ഇത് വന്നിട്ടുള്ളത്. അത് പ്രകാരം പൂർ കൺട്രികളായിട്ട് പരിഗണിക്കുന്ന രാജ്യങ്ങൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകുന്നത് ഈ പെർ ക്യാപിറ്റ $1,145 താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ അവരെ പെടുത്താറുള്ളത്. അവർക്കാണ് ക്രെഡിറ്റ് ഫെസിലിറ്റികൾ നൽകുന്നത്. ആ നൽകുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റികൾ എന്ന് വെച്ചാൽ അപ് ടു 25-40 വർഷത്തേക്കുള്ള 40 വർഷത്തേക്കൊക്കെയുള്ള റീപേയ്മെന്റ് പീരീഡ് ഉള്ള വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്, സാധാരണ ഇൻട്രസ്റ്റ് ഇല്ലാതെയോ ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 2.8% ഓർ 1.25% ഒക്കെയാണ് അവരുടെ വ്യത്യസ്ത ലോൺ സ്കീമുകൾ. അവയ്ക്ക് തന്നെ ഗ്രേസ് പീരീഡും അവൈലബിൾ ആണ്. ഗ്രേസ് പീരീഡ് എന്ന് വെച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റീപേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പ്രിൻസിപ്പൽ എമൗണ്ട് അതുപോലെ ഇൻട്രസ്റ്റിന്റെ റീപേയ്മെന്റുകളൊന്നും ഇല്ലാതെ 5 മുതൽ 10 വർഷക്കാലം വരെ കഴിഞ്ഞതിന് ശേഷം ആ ഫണ്ട് ഉപയോഗിക്കുകയും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രം റീപേയ്മെന്റ് ആരംഭിക്കുകയും ചെയ്യുന്ന സ്കീമുകളൊക്കെയാണ് ഇവര് നൽകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കുക. IMF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി എൻഷർ ചെയ്യാനുള്ള ഫണ്ട് നൽകുമ്പോൾ വേൾഡ് ബാങ്ക് ആണ് ഒരു രാജ്യത്തിന്റെ പുനരുജ്ജീവനത്തിന് ആവശ്യമായിട്ടുള്ള ദീർഘകാലത്തേക്കുള്ള ഫണ്ടുകൾ നൽകുന്നത്. ഇനി ഇവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇന്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇവിടെ ഈ IDAയും അതുപോലെ വേൾഡ് ബാങ്കും ഒക്കെ ഫിനാൻസ് നൽകുന്നത് അത് ഇവരുടെ ഇതിന്റെ ഭരണം കൈയാളുന്ന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള വരുന്ന ശക്തികളായിട്ടുള്ള അമേരിക്കയൊക്കെ ഇൻക്ലൂഡ് വരുന്ന രാജ്യങ്ങളാണ്. ഇവരാണ് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. ദോസ് ഹു കൺട്രോൾസ് ഫിനാൻസ് കൺട്രോൾസ് ദി വേൾഡ് എന്നാണല്ലോ. ഫിനാൻസിനെ കൺട്രോൾ ചെയ്യുന്ന വേൾഡ് ബാങ്കിനെയും അതുപോലെ IMFനെയും നിയന്ത്രിക്കുന്നത് ലോകത്തിലെ ഈ വലിയ വലിയ രാജ്യങ്ങളാണ്. അവർ നൽകുന്ന ഫിനാൻസ് ആണ് മറ്റുള്ള തേർഡ് വേൾഡ് രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നത്. അതുവഴി ഇങ്ങനെയുള്ള ഇത്രയും ഗ്രേസ് പീരീഡ് ഒക്കെ വെച്ച് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ദീർഘകാലത്തെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഫിനാൻസ് നൽകുന്നത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അവരുടെ മാർക്കറ്റ് കൂടെ ഇവർക്ക് ഓപ്പൺ ചെയ്ത് ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ മാർക്കറ്റുകൾ കൂടെ ഓപ്പൺ ചെയ്ത് ലഭിക്കാനുള്ള മാർഗമായിട്ട് ഈ WTOയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യൂവും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ പല അഗ്രിമെന്റുകളും WTO അഗ്രിമെന്റുകളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. ആ അഗ്രിമെന്റുകളൊക്കെ പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സൈൻ ചെയ്യപ്പെടുന്ന അഗ്രിമെന്റുകൾക്ക് നമ്മൾ തന്നെ അതിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യ പോലെ വേൾഡ് ബാങ്കിൽ നിന്നും അതുപോലെ IMFൽ നിന്നൊക്കെ കുറെ അധികം കടമെടുത്തിട്ടുള്ള രാജ്യമാണ്.
ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചൊരു വാർത്ത അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്ന് ഓർത്തു നോക്കുന്നതാവും. ഒരു ഉത്തർപ്രദേശിലെങ്ങാനുമുള്ള ഒരു കർഷകൻ ഈ ട്രിപ്സ് അഗ്രിമെന്റിന്റെ റൂളുകൾ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ 2 കോടിയുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അയാൾ ചെയ്തിട്ടുണ്ടായത് ഒരു ഉരുളക്കിഴങ്ങ് അയാൾ കൃഷി ചെയ്തായിരുന്നു. ആ ഉരുളക്കിഴങ്ങ് എന്താണ് ലെയ്സ് എന്നുള്ള കമ്പനി പേറ്റന്റ് എടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതായിരുന്നു. അത് പ്രകാരം അയാൾ പേറ്റന്റ് റൂൾ തെറ്റിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ കേസ് വരികയും അയാൾക്കാണ് 2 കോടി രൂപയുടെ ഒക്കെ നഷ്ടപരിഹാരമൊക്കെ വിധിക്കപ്പെടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ WTO അഗ്രിമെന്റുകൾ പോലും നമ്മുടെ നാട്ടിൽ നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരികയാണ്. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ പേറ്റന്റ് ആക്ടുകൾ നമ്മൾ ലോകത്തിന്റെ പേറ്റന്റ് ആക്ടിന്റെ ഈ WTOയുടെ പേറ്റന്റ് ആക്ടുകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ മാറ്റിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പലതും അവൈലബിൾ ആയിട്ടുള്ള ആയുർവേദ പ്രോഡക്റ്റുകളുടെയും നമ്മുടെ തന്നെ സ്വന്തം ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോഡക്റ്റുകളുടെയും ഇന്നത്തെ പേറ്റന്റുകൾ പോലും പലതും ചില ഔട്ട്സൈഡ് കമ്പനികൾക്കൊക്കെയാണ്. അതിനൊക്കെയുള്ള കാരണമായിട്ട് നമ്മൾ ഈ WTO അഗ്രിമെന്റുകൾ വരുവാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവ 3 പേരും കൂടെയാണ് ഇന്നത്തെ ലോകത്തിന്റെ ഇന്റർനാഷണൽ ട്രേഡിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ശക്തികളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒരു ഹോൾ സ്റ്റോറി നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതുവഴിയാണ് നമ്മൾ ഈ ലോകരാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ പോലെ ഇന്ത്യയൊക്കെ പോലെയുള്ള മെജോറിറ്റി ഓഫ് ഈ തേർഡ് വേൾഡ് കൺട്രികളിൽ വരുന്ന രാജ്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത് വരുന്ന ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. ഇനി ഈ രണ്ടിന്റെയും കൂടെ ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. വേൾഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് IDA-യുടെയും അതുപോലെ IBRD-യുടെയും കൂടെ കമ്പൈൻ ചെയ്തു വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള തകർച്ചയിൽ നിന്നും ലോകരാഷ്ട്രങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക, റീകൺസ്ട്രക്ഷൻ പഴയ പോലെ രാജ്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. അതുപോലെ എൻകറേജ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ലോകരാഷ്ട്രങ്ങളിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾ വർദ്ധിപ്പിക്കുകയും അതുവഴി വ്യവസായങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. എൻകറേജ്മെന്റ് ടു ഇന്റർനാഷണൽ ട്രേഡിനെ വർദ്ധിപ്പിക്കുക, ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരമായ ഇന്റർനാഷണൽ ട്രേഡിനെ എൻകറേജ് ചെയ്യിപ്പിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പീസ് ടൈം എക്കോണമി, ഒരു സമാധാനപൂർവമായുള്ള ഇനിയുള്ള യുദ്ധങ്ങളില്ലാത്ത ഒരു പീസ് ടൈം എക്കോണമി സ്ഥാപിച്ചെടുക്കുക. അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഭൂമിയിലെ ഒരു സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുകയും അതുവഴി ഡെവലപ്മെന്റ് പർപ്പസുകൾക്ക് വേണ്ടി എക്സ്പ്ലോയിറ്റേഷൻ അമിതമായി ഇല്ലാതെ ഫ്യൂച്ചറിനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സാധ്യമാക്കിയെടുക്കുക എന്നൊക്കെയുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് വേൾഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ കൂടാതെ ഒരു വിഷനായിട്ട് അവർ 2030-ലേക്ക് 2030-ലേക്ക് ബന്ധപ്പെട്ട ചില സ്പെസിഫൈഡ് ഗോളുകൾ അവർ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, to end extreme poverty by decreasing the number of people living on less than $1.9 a day to below 3% of the world population. ലോകത്തിൽ തന്നെ എക്സ്ട്രീം പോവർട്ടിയിൽ ജീവിക്കുന്ന ആളുകളാണ് കണക്കാക്കപ്പെടുന്നത്. $1.9 താഴെ വരുമാനമുള്ള ആളുകളെയാണ്. അത്തരം ആളുകളുടെ എണ്ണം റെഡ്യൂസ് ചെയ്യുകയും വേൾഡ് പോപ്പുലേഷന്റെ തന്നെ 3% താഴേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് 2030 ഒക്കെ അവർ കാണുന്ന ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത് മറ്റൊരു സ്റ്റേറ്റഡ് ഗോൾ ആണ് ഇൻക്രീസ് ഓവറോൾ പ്രോസ്പെരിറ്റി ബൈ ഇൻക്രീസിംഗ് ഇൻകം ഗ്രോത്ത് ഇൻ ദി ബോട്ടം ഓഫ് 40% ഓഫ് എവറി കൺട്രി ഇൻ ദി വേൾഡ്. ഇൻകത്തിലെ ഏറ്റവും താഴെ കിടക്കുന്ന 40% ആളുകളുടെ ഗ്രോത്ത് സാധ്യമാക്കുക, അവര് പ്രോസ്പെരിറ്റി ഉണ്ടാക്കുകയും അവരുടെ ഇൻകം ഗ്രോത്ത് 40%, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഈ ഒരു റീജിയനിൽ 40% താഴെയുള്ള ആളുകൾക്ക് അവരുടെ പ്രോസ്പെരിറ്റി സാധ്യമാക്കുക എന്നുള്ളതാണ് രണ്ടാമതൊരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. 2030-ലാണ് അവരിതിനൊരു സമയബന്ധിതമായിട്ട് നടപ്പാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. Then third, WBG-യിൽ വരുന്ന അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, IFC, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എക്സ്പാൻഷൻ ഓർക്കുക. ഇത് പ്രൈവറ്റ് സെക്ടർ ആം ഓഫ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആണ്.
ഇത് സ്പെസിഫൈ ചെയ്ത് ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് പ്രൈവറ്റ് ആം ഓഫ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആണ് നൽകുന്നത്. ഇവരുടെ സഹായം നമുക്ക് തന്നെ മനസ്സിലാക്കാം, പ്രൈവറ്റ് കോർപ്പറേഷൻസിനായിരിക്കും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുക. എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന വർഷം 20th ജൂലൈ 1956 ആണ്, വാഷിംഗ്ടൺ DC തന്നെയാണ്. ഇപ്പോഴത്തെ കറന്റ് CEO ആയിട്ട് വരുന്ന ഫിലിപ്പ് ലി ഹെറോ ആണ്. ആൻഡ് ഹാസ് എ മെമ്പർഷിപ്പ് ഓഫ് 184 കൺട്രീസ്. 184 രാഷ്ട്രങ്ങളാണ് ഇപ്പോഴത്തെ അതിന്റെ അകത്തുള്ള മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ്സ് ലീഗലി ആൻഡ് ഫിനാൻഷ്യലി സെപ്പറേറ്റ് ഫ്രം IBRD. IBRDയിൽ നിന്നും ലീഗലി സെപ്പറേറ്റഡ് ആണ്. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ, IDAയും IBRDയും ലീഗലി ദേ ഹാവ് റിലേഷൻ, രണ്ടും കണക്റ്റഡ് ആണ്. പക്ഷെ IFC സെപ്പറേറ്റഡ് ആണ്. ആൻഡ് ഹാസ് IFCയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രൈവറ്റ് കോർപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്ക് വരുന്നത്. To provide capital in the form of equity and long-term loans for productive private sector. പ്രൊഡക്റ്റീവ് പ്രൈവറ്റ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ലോൺസ് കഴിക്കാം. അതുപോലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും അവർ നിക്ഷേപം നടത്തിയിട്ട് അവർക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇക്വിറ്റി നിക്ഷേപം വഴിയാവാം, അതല്ലെങ്കിൽ ലോങ് ടേം ലോണുകൾ വഴിയുള്ള നിക്ഷേപങ്ങൾ നടത്താറുണ്ട്. 2. To encourage the developments of local capital markets by carrying out standby and underwriting agreements. അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റുകളിൽ അണ്ടർറൈറ്റിംഗ് അഗ്രിമെന്റ്, അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ ഒക്കെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഷെയർസിനെ മുഴുവനായിട്ടും ഇവരെന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുകയും അതല്ലെങ്കിൽ ഓട്ടറൈറ്റ് പർച്ചേസ് ചെയ്ത് നടത്തുകയും ശേഷം അത് സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ ആക്കുകയും ചെയ്യുന്ന പ്രോസസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, കോർപ്പറേഷൻസിന് വളരെ വലിയൊരു സഹായമാണ്. അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റുകളിലേക്ക് കടന്നു വരാനും അവരുടെ ഷെയർസിനെ അത്തരത്തിലുള്ള മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാനൊക്കെ ഇത് സഹായിക്കുന്ന കാര്യമാണ്. Then to stimulate international flow of capital by providing financial and technical assistance to private firms in developing countries. അതുപോലെ ഡെവലപ്പിംഗ് കൺട്രികളിലുള്ള പ്രൈവറ്റ് ഫേംസിനെ വേണ്ട സ്റ്റിമുലേഷൻ ആയിട്ട് ക്യാപിറ്റൽ, അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, പലപ്പോഴും അവർക്ക് അവൈലബിൾ അല്ലാത്ത ടെക്നോളജി മറ്റു രാജ്യങ്ങളിൽ അവൈലബിൾ ആയിരിക്കും, അവ എത്തിച്ചു കൊടുക്കാനും അതുപോലെ അവർക്ക് വേണ്ട ക്യാപിറ്റൽ നൽകാനൊക്കെ ആവശ്യമായിട്ടുള്ള ഇന്റർനാഷണൽ ഫ്ലോ ക്യാപിറ്റൽ അവർക്ക് നൽകുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കോർപ്പറേഷൻസ് നൽകുന്ന സഹായങ്ങളാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ പ്രൈവറ്റ് ആമായിട്ടുള്ള IFC ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റു രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, MIGA. എക്സ്പാൻഷൻ അറിഞ്ഞു വെക്കാം. MIGA എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ആം ആണ്. വേൾഡ് ബാങ്കിന്റെ ഇൻഷുറൻസ് ആം എന്ന് പറയപ്പെടുന്നതാണ് MIGA. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1988 ഇവരുടെ ഇൻഷുറൻസ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഭവം ഇതാണ്. They provides investors with investment guarantee against non-commercial risks such as war, political risk, etc. നമ്മൾ പറയാറില്ല, സിസ്റ്റമാറ്റിക് റിസ്കുകളിൽ തന്നെ വരുന്ന നോൺ കൊമേഴ്ഷ്യൽ റിസ്കുകൾ ഉണ്ട്. ബിസിനസ് സംബന്ധമായിട്ട് നേരിട്ട് ബിസിനസിന്റെ പ്രശ്നം കൊണ്ടല്ലാതെ തന്നെ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ട് സംഭവിക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിസ്കുകൾ ഉണ്ടാവും, ഭരണകൂടങ്ങൾ മാറുന്നത് കൊണ്ടോ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാകുന്ന പരസ്പര യുദ്ധങ്ങൾ കൊണ്ടോ ഒക്കെ പലപ്പോഴും ഈ റിസ്കുകൾ സംഭവിക്കാറുണ്ട്. അവ ബിസിനസ്സുകൾ എഫക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുള്ള ഇൻഷുറൻസ് നൽകാൻ MIGA കൊണ്ട് സാധിക്കും. പക്ഷെ അവർക്ക് അവതരിക്കലും ഒരു ബിസിനസ് റിസ്കുകളോ മാർക്കറ്റ് റിസ്കുകളോ ഒന്നും അല്ല, ബിസിനസ് റിസ്കുകളോ ഫിനാൻസ് റിസ്കുകളോ ഒന്നും അല്ല ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ റിസ്കിൽ വരുന്നത് സിസ്റ്റമാറ്റിക് റിസ്കിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന വാറുകളും അതുപോലെ പൊളിറ്റിക്കൽ റിസ്കുകളൊക്കെയാണ് MIGA ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ മറ്റൊരു ലാസ്റ്റ് ആമാണ്, ഫിഫ്ത്ത് ഭാഗമാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, ICSID. ഇതിന്റെ ആർബിട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന ആർബിട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും, രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡിന്റെ സമയത്ത് അത്തരം ട്രേഡ് ഡിസ്പ്യൂട്ടുകളെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന ഒരു ആർബിട്രേഷൻ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ICSID.
അവര് ഈ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതിനെ റിസോൾവ് ചെയ്യുകയും കൺസീലിയേഷന് വേണ്ട മെത്തേഡുകൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ICSID ചെയ്യുന്നത്. ഇത് വ്യത്യസ്ത കോർട്ടുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വേൾഡിന്റെ എന്താ പറയുക ഇന്റർനാഷണൽ കോർട്ടുകളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹാജരാവുകയും അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനെ കൺസീൽ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ICCSIDയുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള വർഷം 1965 വരുന്നത്. സോ ദീസ് ആർ ദി 5 ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ WBG. അതിൽ ആദ്യ 2 കാര്യങ്ങൾ വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന IBRDയും അതുപോലെ IDA വരുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ആം ആയിട്ടുള്ള IFC വരുന്നുണ്ട്. പിന്നീട് ഇൻഷുറൻസ് ആം ആയിട്ടുള്ള MIGA വരുന്നുണ്ട്. പിന്നീട് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ആയിട്ട് ICSIDയും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോന്നിന്റെയും ഫങ്ഷൻസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇന്റർനാഷണൽ ബിസിനസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത ഫങ്ഷൻസ് ആണ് ഇവരെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് UNCTAD. UNCTAD വരുന്നത് UN അണ്ടറിലാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, UNCT എന്നാണ് എക്സ്പാൻഷൻ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് UN സെക്രട്ടേറിയറ്റ് ആണ് ഡീലിംഗ് വിത്ത് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂസ്. UN കുറിച്ച് നമുക്കറിയാലോ. UN എന്ന് വെച്ചാൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കുറെ അധികം ഡ്യൂട്ടികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ILO ലോ ലോയുമായിട്ട് ബന്ധപ്പെട്ട് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുണ്ട്. UN തന്നെ, അതുപോലെ UN സെക്രട്ടേറിയറ്റ് ഉണ്ട്, യുനെസ്കോ ഉണ്ട്, യൂണിസെഫ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബോഡികൾ നമുക്ക് UN ഭാഗമായിട്ട് കാണാൻ പറ്റും. അതിന്റെ കൂടെ വരുന്നതാണ് UNCTAD. ഇത് ട്രേഡിനെയും ഇൻവെസ്റ്റ്മെന്റിനെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ ഫംഗ്ഷൻ അവർ നിർവഹിക്കുന്നത്. അതുപോലെ ഇറ്റ്സ് എ പെർമനന്റ് ഇന്റർ ഗവൺമെന്റ് ബോഡിയാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര എല്ലാവരും കൂടെ പങ്കെടുക്കുന്ന ഒരു ബോഡിയാണ്. ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു പെർമനന്റ് ബോഡിയുമാണ് ഇത്. ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റഡ് ഗോൾ ആയിട്ട് അവർ പറയുന്നത് മാക്സിമൈസ് ദി ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് and assist them in their efforts to integrate into world economy and on equitable basis. Equitable basis ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡെവലപ്പിംഗ് കൺട്രികളെയും കൂടെ ഒരു മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ട് അവർക്ക് ആവശ്യമായ സഹായം, ട്രേഡിന്, ഇൻവെസ്റ്റ്മെന്റുകൾ, അതുപോലെ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുകയും അവരെയും കൂടെ കൂടിയിട്ട് ഒരു വേൾഡ് എക്കോണമിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഗോൾ ആയിട്ട് പറയുന്നത്. സ്ഥാപിക്കപ്പെട്ട വർഷം 1964 ജനീവയിലാണ് അവരുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ അതിന്റെ ഹെഡായിട്ട് വരുന്നത്, ഈ കറന്റ് ഹെഡ് ഡോക്ടർ മുക്കീസ കിറ്റൂയാണ്. കെനിയക്കാരനായിട്ടുള്ള ആളായിരുന്നു. കെനിയയിലെ എക്കണോമിക് മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഈ ഒരു ഫംഗ്ഷൻ ഏറ്റെടുക്കുന്നത്. ഇപ്പോ അദ്ദേഹമാണ് UNCTADയുടെ ഹെഡ് ആയിട്ട് വരുന്നത്. ആൻഡ് അവരുടെ ഈ ഒബ്ജക്റ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ട്ലി ഇന്റഗ്രേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡെവലപ്പിംഗ്, ഒരിക്കലും മറ്റു രാഷ്ട്രത്തിലേക്ക് വേണ്ട കടന്നുകയറ്റമോ ഫിനാൻസ് കൊടുക്കുകയൊന്നുമില്ല. പകരം ഇവരുടെ ഇതൊരു സമാധാനപൂർവ്വമായിട്ടുള്ള ആളുകൾ തമ്മിൽ ചർച്ചകളിലൂടെയും ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നേരിട്ട് നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ ആ രാഷ്ട്രങ്ങളെ പെർട്ടിക്കുലർ ആയിട്ട് ആ കൺട്രി എങ്ങനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും അവരെയും ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് UNCT ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇവര് ഓരോ വർഷാവർഷവും ലോകത്തിന്റെ തന്നെ ഈ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത റിപ്പോർട്ടുകൾ പുറത്ത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ആ റിസർച്ചുകൾക്ക് ശേഷം അവര് ഇറക്കുന്ന റിപ്പോർട്ടുകളാണ് ലോകരാഷ്ട്രങ്ങളുടെ തന്നെ ഡെവലപ്മെന്റിന്റെ ഒരു എന്താ പറയുക ഒരു ബാരോമീറ്റർ ആയിട്ട് ലോകം പരിഗണിക്കുകയും ചെയ്യുന്നത്. അതിൽ വരുന്ന വ്യത്യസ്ത റിപ്പോർട്ടുകളും കൂടെ ഉണ്ട്. അതിൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഉണ്ട്, വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് ഉണ്ട്,
the least developed countries report, information and economy report, technology and innovation report, commodities and development report ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത മേഖലകളെ കുറിച്ച് ഡെവലപ്മെന്റിന്റെ വ്യത്യസ്ത ആസ്പെക്ട്സുകളെ കുറിച്ച് പഠിക്കുന്ന റിപ്പോർട്ടുകൾ അവര് കാലാകാലങ്ങളായിട്ട് പുറത്തുവിടാറുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നൊരു റിപ്പോർട്ട് നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. അത് റിലീസ് ചെയ്യപ്പെട്ട വർഷം 2020 ആ 20 ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഓർത്തു വെക്കണം. അത് വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ടാണ് 2020. അതാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്, വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട്. അതിലാണ് ഓരോ ലോകരാഷ്ട്രങ്ങളിലേക്കുള്ള FDI കുറിച്ചുള്ള FDIയുടെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കുറിച്ച് പഠിക്കുകയും അതിലൂടെ FDIയിലൂടെ ഇൻഫ്ലോ ജനറേറ്റ് ചെയ്യുകയും ചെയ്ത രാജ്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ലിസ്റ്റ് അതിൽ നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 9th പൊസിഷനിലാണ്. 2020 ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ കറന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. 9th പൊസിഷനിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. ഈ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് പ്രകാരം FDI റെസിപ്പിയന്റ് ആയിട്ട് വരുന്നത് റുപ്പീസ് ഇന്ത്യക്ക് ലഭിക്കുന്നത് $51 ബില്യൺ ആണ്. $51 ബില്യൺ റെസിപ്റ്റ് ഉള്ള ഇന്ത്യ ആണ് ഇപ്പോ ഈ ആസ് പെർ ദിസ് റിപ്പോർട്ട് പ്രകാരം 9ാം സ്ഥാനത്താണ് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. കൂടാതെ ഇതിന്റെ മറ്റു ചില ആസ്പെക്റ്റുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടുകൾക്ക് അനുസൃതമായിട്ട് ഇപ്പോ മറ്റു ഫ്യൂച്ചറിലൊക്കെ ഉണ്ടാകാവുന്ന ട്രെൻഡുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ ഈ COVID-19 ബന്ധപ്പെട്ടിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് ഈ റിപ്പോർട്ടിൽ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് എങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളുടെ GDPക്ക് എങ്ങനെയൊക്കെ എഫക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതും അത് റെഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങളും റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചും ഒക്കെ ഈ ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് പറയുന്നുണ്ട്. അവയെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നമ്മളിപ്പോൾ കാണാറുണ്ട് പലപ്പോഴും. ഇത്തരം ഈ റിപ്പോർട്ട് പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നെഗറ്റീവ് വരെ ആവാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട്. ഏതായാലും UNCTAD എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്ച്വലി ദേ ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ബിസിനസ് ആൻഡ് ട്രേഡ്സ്. നേരിട്ട് ഇടപെടാറില്ല പതിവ്. പകരം ഒരു പെർട്ടിക്കുലർലി ചില ഇഷ്യൂസിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതുപോലെ കുറെ അധികം പഠനങ്ങൾ നടത്തുകയും ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ചില കോൺട്രിബ്യൂഷൻസ് ഇത്തരം പഠനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് UNCTAD ഒരു മേജർ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ IMFനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ശേഷം വേൾഡ് ബാങ്ക് ആൻഡ് UNCTAD ഇവയാണ് ലോകത്തിൽ തന്നെ പ്രധാനമായിട്ടും അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മേജർ ആയിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. താങ്ക് യു.